ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് സദ്യയിലൊക്കെ തയ്യാറാക്കുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പോളം ഉള്ള വൻപയറാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഈ ഒരു ചട്ടി വെച്ച് ഇതിലേക്ക് ആ വെള്ളം ഉൾപ്പെടെ ഒന്ന് ചേർത്ത് കൊടുക്കും. അപ്പം പയർ വേവിച്ചെടുക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. ചേർത്ത് കൊടുത്തതിന് ശേഷം കണ്ടോ, ഇതേപോലെയാണ് പയറൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ, ഈ ഒരു പരുവത്തിലേ വേവിച്ചെടുക്കാവൂ. ഇനി നമുക്കിതിലേക്കുള്ള മത്തങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ പഴുത്ത മത്തങ്ങ തന്നെ ഇതിനായിട്ട് യൂസ് ചെയ്യണം. പഴുക്കാത്ത മത്തങ്ങ യൂസ് ചെയ്താൽ ഈ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ലേ. നല്ല പഴുത്ത മത്തങ്ങ തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മത്തങ്ങ എടുത്ത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു പയറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 150 ഗ്രാമോളം ഉള്ള മത്തങ്ങ ആയിരിക്കും എടുത്തിട്ടുള്ളത്. അത്രയും മതി. നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് പയറെടുത്ത് കുതിർത്തെടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് പയറോളം വരും കേട്ടോ, വെന്ത് വരുമ്പം. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 കപ്പ് പയറിൻ്റെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മത്തങ്ങ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1/2 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഉള്ള മുളക് പൊടി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പേ ഞാൻ ഇടുന്നുള്ളൂ, കാരണം നമ്മൾ പയറിൽ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. ആ ഒരു പയറിൻ്റെ വെള്ളത്തിൽ കിടന്ന് ഈ മത്തങ്ങ നല്ല രീതിയിൽ വെന്ത് വരണേ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ല ടേസ്റ്റായി വരും. അപ്പോൾ നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ മത്തങ്ങ നല്ല രീതിയിൽ കുക്കാവുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇവിടെ മത്തങ്ങ ഒന്ന് റെഡിയാവുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പോളം ഉള്ള തേങ്ങ ചിരകിയതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെയുള്ളൊരു 2 വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉള്ള ജീരകം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണിനും താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെ. എന്നിട്ട് നമുക്കിത് അരഞ്ഞു വരാൻ ആവശ്യമായിട്ട് ഒരു കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒരുപാട് സ്മൂത്ത് പേസ്റ്റായിട്ടല്ല അരച്ചെടുക്കേണ്ടത്, ഒന്ന് ചതഞ്ഞ് എല്ലാം കൂടെ ഒന്ന് മിക്സായി റെഡിയായി വരണം. ആ രീതിയിലൊന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ നമ്മുടെ മത്തങ്ങയും പയറും എന്തായെന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വറ്റി, എന്നാൽ മത്തങ്ങ നല്ല രീതിയിൽ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഉടച്ചെടുക്കണം, എന്നാൽ മൊത്തം ഒന്നും ഉടച്ചെടുക്കേണ്ട. ചെറിയ രീതിയിൽ ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്നും ഉടയ്ക്കാതെ ഉണ്ട്. ഇന്ന് നമ്മൾ അരച്ചുകൊണ്ട് വന്നിരുന്നില്ലേ ആ അരപ്പ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഈ അരപ്പ് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അടച്ചു വെച്ച് വീണ്ടും ഇതൊരു 5 മിനിറ്റ് ഈ അരപ്പ് ഒന്ന് വേവുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, അരപ്പൊക്കെ നല്ല രീതിയിൽ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എനിക്കിപ്പം കറക്റ്റാണ് ഉപ്പ്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള താളിപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഉള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കടുക്, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പോളം ഉള്ള നാളികേരം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന് വറുത്തിടുന്നതിനാണ് നാളികേരം കൂടുതൽ വേണ്ടത്. അരച്ചിടുന്നതിന് അത്രയും നാളികേരം വേണ്ട. ഒരു 7-8 ചെറിയുള്ളി ഇതേപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 വറ്റൽ മുളക്, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കരിയാതെ നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഈ തേങ്ങയൊന്ന് മൂപ്പിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ തേങ്ങ നല്ല പെർഫെക്റ്റായിട്ട് കരിഞ്ഞൊന്നും പോകാതെ എല്ലാം നല്ല രീതിയിൽ മൂത്ത് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവണം. അതാണ് നമ്മുടെ പെർഫെക്റ്റ് പരുവമെന്ന് പറയുന്നത്. നല്ല രീതിയിലൊന്ന് വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മത്തങ്ങയുടെ മിക്സില്ലേ, അതിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പം നമ്മൾ സദ്യയിൽ വിളമ്പുന്നത് കൊണ്ട് തന്നെ ഇത് തൊടുകറിയായിട്ടാണ്, നമ്മൾ സൈഡിലാണ് വിളമ്പുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്രേവി കുറച്ച് വെച്ചത്. ഇപ്പം നമ്മൾക്ക് വീട്ടിലാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഗ്രേവി ആക്കി നമുക്കിത് ഒഴിച്ച് കഴിക്കുന്ന പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ സദ്യയുടെ തൊടുകറി ആയതുകൊണ്ടാണ് ഇതേപോലെ പറ്റിച്ച് ഞാൻ എടുത്തത്. ഇനി നമുക്ക് ഈ ഒരു
ഈ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് നല്ല രീതിയിലൊന്ന് മൊത്തം ഒന്ന് കോരി ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഉൾപ്പെടെ നല്ല രീതിയിലൊന്ന് കോരി ഒഴിച്ച് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇനി സെർവ് ചെയ്യുന്ന ടൈമിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിയാണ് മത്തങ്ങ എരിശ്ശേരി. ഈ രീതിയിലൊന്ന് വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ സദ്യയിൽ ഈ ഒരു മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.